അഡ്വക്കേറ്റ് JR പത്മകുമാർ, സർക്കാരിനായി മുതിർന്ന അഭിഭാഷകർ പറന്നെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സുപ്രീം കോടതിയിൽ നിന്നടക്കം വലിയ വൻ തോക്കുകളായ അഭിഭാഷകരാണ് ഈ CBI അന്വേഷണത്തെ ചെറുക്കാൻ വേണ്ടി കേരള സർക്കാരിന് വേണ്ടി ഹാജരായത്. മനീന്ദർ സിംഗ്, പ്രഭാസ് ബജാജ്, രഞ്ജിത് കുമാർ ഇവരൊക്കെ കൈപ്പറ്റിയ ഒരു കണക്കുണ്ട് നമ്മുടെ മുന്നിൽ. അത് സർക്കാർ തന്നെ നിയമസഭയിൽ രേഖാമൂലം അവിടെ വെച്ച കണക്കാണ്. മനീന്ദർ സിംഗിന് നൽകുകയാണ് 60 ലക്ഷത്തിലധികം രൂപ. പിന്നെ ആ അഭിഭാഷകന്റെ താമസത്തിനും യാത്രാ ചെലവിനുമൊക്കെയായി 3 ലക്ഷത്തോളം രൂപ കൂടുതൽ ചെലവഴിക്കുന്ന സാഹചര്യം. പ്രഭാസ് ബജാജിന് 3 ലക്ഷം രൂപ നൽകുന്നു, രഞ്ജിത് കുമാറിന് 25 ലക്ഷം രൂപ നൽകുന്നു. ഇതൊക്കെ നമ്മുടെ മുന്നിൽ പബ്ലിക്കിന്റെ മുന്നിലുള്ള കണക്കുകളാണ്. നിയമസഭാ രേഖയിലടക്കം സർക്കാർ സമർപ്പിച്ച കണക്കാണ്. ഇതിൽ നിന്നും എത്രയോ വിഭിന്നമായിരിക്കും, എത്രയോ കൂടുതലായിരിക്കും ഇവർ അനധികൃതമായി നൽകിയിട്ടുണ്ടാവുക. ഇതെല്ലാം സർക്കാർ ഖജനാവിൽ നിന്നല്ലേ? ഇത് നമ്മുടെ പണമല്ലേ? ഇത് തിരിച്ചു പിടിക്കാൻ സംവിധാനം ഉണ്ടാകേണ്ടേ? തീർച്ചയായിട്ടും അത് അങ്ങനൊരു സംവിധാനം ഉണ്ടാവണം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, നിയാസ് തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ പറഞ്ഞത് കോടതി തന്നെയാണ് CBI അന്വേഷണത്തിനെ സംബന്ധിച്ച് ഓർഡർ ഇട്ടത്. നമുക്കറിയാം, നിലവിലുള്ള നിയമം അനുസരിച്ച് ഒന്നുകിൽ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ കോടതി തീരുമാനമെടുക്കണം. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് അത് നിഷേധിക്കുകയും കോടതി അതിന് വേണ്ടിയിട്ട് നടപടികൾ ആരംഭിക്കുകയും ഒരു സെൻട്രൽ ഏജൻസി എന്നുള്ള നിലയിൽ ആ ഏജൻസിയോട് ഇതിനുള്ളൊരു നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ വിരോധമോ മറ്റേതെങ്കിലും ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊരു സ്വാധീനിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവർ മറിച്ചൊരു നിലപാട് പണ്ട് കാലത്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൂർണ്ണമായിട്ടും CBIയെ സ്വതന്ത്രമായി വിട്ടുകൊടുക്കുകയും അവർക്ക് കേസിൻ്റെ മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ തീരുമാനം എടുക്കാനുള്ള ഒരു നിലപാട് സ്വീകരിക്കാനുള്ള അവകാശം, ഈ മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കാനുള്ള അവകാശം CBIക്കുണ്ട്. അതുകൊണ്ടാണ് സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടക്കുന്നത്. നമുക്കറിയാമല്ലോ, കേരളത്തിൽ പ്രഭാതമായ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ അന്വേഷണം CBI നടത്തിയ സമയത്ത് ഇന്നത്തെ കോൺഗ്രസിൻ്റെ വലിയ അഖിലേന്ത്യാ നേതാവും ഒക്കെ ഉൾപ്പെടുന്ന കേസ് വന്ന സമയത്തും സത്യസന്ധമായി അന്വേഷണം നടത്തുകയും അതിൽ ആരെയും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പ്രതി ചേർക്കണം എന്നുള്ളൊരു ഉദ്ദേശമില്ലാത്തത് കൊണ്ട് സത്യസന്ധമായി അന്വേഷണം നടത്തുകയും അതിൽ ചാർജ് ഷീറ്റ് കൊടുക്കുകയും ചിലതെല്ലാം റെഫർ ചെയ്യുകയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ശക്തമായൊരു നിലപാട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നീതി ലഭ്യമാകാൻ ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഗവൺമെൻറ് നേരിട്ടങ്ങോട്ട് ഇടപെട്ടു എന്നുള്ളൊരു അർത്ഥത്തിലല്ല. ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെൻറ്റിൻ്റെ ബാധ്യത, ഡ്യൂട്ടി, കർത്തവ്യം എന്ന് പറഞ്ഞാൽ ഈ ഇവിടുത്തെ മൗലിക അവകാശം, ഇരകളുടെ അവകാശം സംരക്ഷിക്കുക, പൗരന്മാരുടെ അവകാശം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അവിടെ പ്രതിസ്ഥാനത്ത് വരുന്ന ആളുകളെ സംരക്ഷിക്കാനില്ല, അതിന് പ്രതിഭാഗം വക്കീലന്മാരുണ്ട്. പ്രോസിക്യൂഷൻ ആരാണ് പ്രോസിക്യൂഷൻ്റെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? പ്രോസിക്യൂഷൻ ആരാണ്? അത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. അവിടെ അത് മറന്നുകൊണ്ട് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഖജനാവിലെ പണം ദുർവിനിയോഗം ചെയ്തു എന്നുള്ളത് വളരെ കുറ്റകരമായൊരു കാര്യമാണ്. അതുകൊണ്ടാണ് എല്ലാ ആളുകളും പറയുന്നത് ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ CPM പ്രതികളെ സംരക്ഷിക്കേണ്ടത് CPMൻ്റെ ബാധ്യതയാണ്. അവർക്കറിയാമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഈ ഗുണ്ട പണികളെല്ലാം ചെയ്യുമ്പോഴും അവർക്ക് വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത അവർക്ക് പാർട്ടിക്കുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അവരുടെ പാർട്ടി ഫണ്ടിൽ നിന്നോ അവരുടെ വ്യക്തിപരമായ സമ്പാദ്യത്തിൽ നിന്നോ വേണം, പൊതുഖജനാവിൽ നിന്ന് കൊടുക്കരുത് എന്നുള്ളതാണ് വളരെ കാര്യം. ഈ കൃപേഷിൻ്റെയും അമ്മയും അച്ഛനും സാധനങ്ങൾ വാങ്ങുന്ന നികുതി പണത്തിൽ നിന്ന് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ മക്കളെ കൊന്ന, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെ കൊന്ന ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവരുടെ നികുതി പണവും ഉപയോഗിക്കുന്നുവെന്ന് പറയുന്നത് അധാർമികമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. പൊതുഖജനാവിലെ നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് വീടില്ല, മറ്റ് ജീവിതമില്ല, പെൻഷനില്ല, സാലറി ഇല്ല, മറ്റ് സൗകര്യങ്ങളില്ല, അതിനൊക്കെ ചിലവഴിക്കേണ്ട പൈസ ഈ ക്രിമിനലുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് നീതികേടാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കോടിക്കണക്കിന് രൂപ ഒരു കേസിൽ മാത്രമല്ല പല കേസിലുമുണ്ട്, പല കേസിലുമുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ ഗവൺമെന്റ് ഉപയോഗിക്കുന്നത്. അതാണ് ശ്രീ പാണ്ഡ്യാല ഷാജി നേരത്തെ കാര്യമുണ്ട്. 100 കോടിയിലധികം രൂപ ഇത്തരത്തിൽ കേസുകൾ അട്ടിമറിക്കാൻ വേണ്ടി സർക്കാരിന് അനുകൂലമാക്കി, പാർട്ടിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ വലിയ ശ്രമം നടന്നു എന്നത്.